എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നവരാത്രി ഉത്സവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. 8 ദിവസത്തെ ഘോരയുദ്ധത്തിനൊടുവിൽ ദുർഗാദേവി അസുര രാജാവായ മഹിഷാസുരനെ വധിച്ചു. അസുര രാജാവിനെ കൊന്നതിനു ശേഷം ദേവിയുടെ ആയുധങ്ങൾ ആരാധനയ്ക്കായി സൂക്ഷിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ആളുകൾ ഒരു ദിവസം അവരുടെ ദൈനംദിന ജീവിതത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ചു. നവരാത്രിയോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് ആയുധപൂജ. സാധാരണയായി ജോലി ചെയ്യുന്നവർ പണിയായുധങ്ങളും വിദ്യാർത്ഥികൾ പുസ്തകങ്ങളും പേനയും ഒക്കെയാണ് പൂജയ്ക്ക് വയ്ക്കുന്നത്. മഹാനവമി നാളിൽ പൂജയ്ക്ക് വച്ചിരിക്കുന്ന ആയുധങ്ങൾ വിജയദശമി നാളിലാണ് തിരികെ എടുക്കുന്നത്. വിദ്യയുടെ ദേവതയായ സരസ്വതി, സമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മി, ശക്തിയുടെ ദേവതയായ പാർവതി എന്നിവരെയെല്ലാം ഈ നാളുകളിൽ ആരാധിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ സരസ്വതി പൂജയും ഈ സമയങ്ങളിൽ തന്നെയാണ് ആചരിക്കുന്നത്. അറിവിനും ജ്ഞാനത്തിനും വേണ്ടിയാണ് പൂജവയ്പും പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.